കോടതി ഇപ്പോ വിശദമായ വാദം കേൾക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ പ്രിഡിക്റ്റീവ് ഒഫൻസ് ഇല്ലായിരുന്നു, അതായത് ഇ ഡി ആ തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് പ്രിഡിക്റ്റീവ് ഒഫൻസ് ഇല്ലായിരുന്നു എന്നുള്ളൊരു വാദമാണ് ആദ്യം ഉയർത്തിയത്. പക്ഷെ അത് നിലനിൽക്കില്ല. കാരണം SFIO കൊടുത്ത കംപ്ലൈന്റിൽ, SFIO ഡയറക്ടർ കൊടുത്തേക്കുന്ന അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ കംപ്ലൈന്റ്, ആ കംപ്ലൈന്റിൽ സെക്ഷൻ 447 ഉണ്ട്. മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് സുപ്രീം കോടതി റൂളിംഗ്സ് ഒന്നും അതായത് ഒരു പ്രിഡിക്റ്റീവ് ഒഫൻസിന് സമാനമായ ക്രൈം അല്ലെങ്കിൽ കംപ്ലൈന്റ് ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇഡിക്ക് സ്വന്തമായി കേസ് എടുക്കാം എന്നുണ്ട്. മാത്രമല്ല നിലവിലുള്ള സാഹചര്യത്തിൽ നോക്കിയാൽ SFIയുടെ റിപ്പോർട്ട് പ്രകാരം ഉള്ള കോഗ്നൈസൻസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം ഈ വീണയും അതുപോലെ CMR കമ്പനിയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യമായ സ്ഥിതിക്ക് ഇനി PMLA ആക്ട് അനുസരിച്ചുള്ള കേസ് എടുക്കുന്നതിലോ ഇഡിയുടെ എൻട്രൻസോ യാതൊരു തടസ്സവും ഇല്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ തുടർന്ന് ആ റെയ്ഡിന്റെ ബാക്കിയായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഘട്ടത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ ഇപ്പോ കോടതി എന്താ പറയുന്നത് നമുക്കറിയില്ല. പക്ഷെ ഈ ഘട്ടത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ ഇഡിക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഷെഡ്യൂൾഡ് ക്രൈം എന്ന കാറ്റഗറിയിൽ പെടുത്താൻ കഴിയില്ല. അതോടൊപ്പം ഇഡിയുടെ ഭാഗത്തു നിന്ന് ഒരു FIR പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ചോദ്യം അടക്കം CMRL മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ SFIO അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ ഇഡിക്ക് പിന്നെ മറ്റ് അന്വേഷണ ഫയൽ റിപ്പോർട്ട് അടക്കം FIR അടക്കം ഇടേണ്ടതോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ ഇടേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ. സമാനമായ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടി അതുപോലെ ഇന്ററിം സെറ്റിൽമെന്റ് SFIO അന്വേഷിച്ച് 100% കമ്പനി കാര്യങ്ങളിലുള്ള ഫ്രോഡാണ്. ഒരു പൊതുമേഖല ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRL കമ്പനി ഡയറക്ടേഴ്സും വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് നടത്തിയിട്ടുള്ള സാമ്പത്തിക തിരിമറി സംബന്ധിച്ചാണ് SFI റിപ്പോർട്ട്. ആ SFI റിപ്പോർട്ടിൽ PMLA ആക്ട് പ്രകാരമുള്ള കുറ്റം ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. PMLA ആക്ട് പ്രകാരമുള്ള എൻക്വയറി ആവശ്യമാണെന്നുള്ള പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയും മാത്രമല്ല സെക്ഷൻ 447 ഉണ്ടെങ്കിൽ ഇഡിക്ക് കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ കേസെടുക്കാം. അപ്പോൾ നിലവിൽ ഈ അന്വേഷണത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം താങ്കൾക്ക് ഉണ്ടല്ലോ. ഇനി അടുത്ത നടപടി അങ്ങനെയെങ്കിൽ ഇഡി മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ല, കോടതിയുടെ പരിഗണയിരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ ആളല്ല ഞാൻ. എന്റെ പ്രതീക്ഷ കോടതി ഇതിനകത്ത് ഇടപെടില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല. ഇന്ന് ആരാണ് ഹാജരാകുന്നത് ഞാൻ പേര് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരാണ് ഇറങ്ങുന്നത്. ഇതിനകത്ത് ഏറ്റവും തമാശയുള്ളൊരു കാര്യം കൂടെ പറയട്ടെ, വീണ കോടതിയെ സമീപിച്ചിട്ടില്ല. ഈ കേസും CMR ചെലവിലാണ് വീണ് നടത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ കേസ് സ്വാഭാവികമായി ഇത്തരത്തിൽ റെയ്ഡ് നടക്കുമ്പോൾ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ വീണ കോടതിയെ സമീപിക്കണ്ടേ? വീണ ഇതുവരെ കോടതി സമീപിച്ചിരുന്നത് മാത്രമല്ല ഇപ്പോഴും അവർ തമ്മിലുള്ള ശക്തമായ ബാന്ധവം തുടരുന്നു എന്നതിന്റെ അർത്ഥമല്ലേ വീണയ്ക്ക് വേണ്ടിയും കൂടെ CMRL അപ്പയർ ചെയ്യുമ്പോൾ സ്റ്റേ കിട്ടി. പിന്നെ സ്റ്റേ കിട്ടി, അത് വീണയ്ക്ക് ബാധകമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നും ആ ബാന്ധവം തുടരുന്നു. ഇന്നും CMRL അപ്പീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ CMR പണം മുടക്കി അഭിഭാഷകരെ, അതും ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകരെ എത്തിച്ചിട്ടുള്ളത് പിണറായി വിജയനും കൂടി വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.